നസ്കം ഇറാന്റെ മേൽ പ്രഖ്യാപിച്ച യുദ്ധം പൂർണ്ണമായും വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗകര്യപൂർവ്വം പിന്മാറുകയായിരുന്നു. വെടിനിർത്തൽ കരാറിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് പിന്മാറുകയായിരുന്നു. പിന്നീട് പല ഭീഷണികളും മുന്നറിയിപ്പുകളും ചർച്ചകൾക്കുള്ള ശ്രമങ്ങളുമൊക്കെ നടന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ട്രംപിന് മനസ്സിലായി ഇറാനെ കീഴ്പ്പെടുത്തുക സാധ്യമല്ലെന്ന്. ആകപ്പാടെ ട്രംപിന് ആശ്വാസമായത് തൽക്കാലത്തേക്ക് അയൽരാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിവെച്ചു എന്നതാണ്. അങ്ങനെ കൈയൊഴിഞ്ഞ ട്രംപിനോട് ഇറാൻ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ പൊടിയും തട്ടി അങ്ങ് പോവണ്ട, യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ട്രംപ് മുമ്പോട്ട് വെച്ചത് 2 മാസത്തെ വെടിനിർത്തലാണ്. ഇറാൻ പറയുന്നു, വെടിനിർത്തൽ ഒന്നും വേണ്ട, യുദ്ധം അവസാനിപ്പിക്കൽ മാത്രം മതി. 1 മാസത്തെ സാവകാശം തരും. ഈ 1 മാസത്തിനുള്ളിൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം. താൽക്കാലികമായ പരിഹാരങ്ങൾ ഒന്നും സാധ്യമല്ല. അതിന്റെ ഭാഗമായി 14 നിർദ്ദേശമാണ് ഇറാൻ ട്രംപിന് മുൻപിൽ പാകിസ്ഥാൻ വഴി സമർപ്പിച്ചിരിക്കുന്നത്. ഈ 14 നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല അമേരിക്ക. അമേരിക്ക യുദ്ധം ആരംഭിച്ചത് തന്നെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക, ഇതുവരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ അമേരിക്കയ്ക്ക് കൈമാറുക, അല്ലെങ്കിൽ ആറ്റമിക് എനർജി കമ്മീഷന്റെ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു കളയുക എന്നതാണ് അമേരിക്കയുടെ മിനിമം ആവശ്യം. ഇക്കുറി 14 നിർദ്ദേശങ്ങൾ കൊടുത്ത ഇറാൻ പറഞ്ഞിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് പിന്നീട് ചെയ്യാമെന്നാണ്. ബാക്കി വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാം. യുറേനിയവുമായി ബന്ധപ്പെട്ട ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് പിന്നീട് മാറ്റിവെക്കാം എന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്ക എന്തിനു വേണ്ടി യുദ്ധം ആരംഭിച്ചുവോ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇറാൻ തയ്യാറല്ല. എന്നാൽ ഇറാൻ അല്പം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, നമുക്കിതേക്കുറിച്ച് ചർച്ച ചെയ്യാം, ഇപ്പോൾ വേണ്ട എന്ന്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല. ഇപ്പോഴുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക, ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകുക, ഇതാണ് ആദ്യത്തെ നിർദ്ദേശം. അത് അമേരിക്കയ്ക്ക് സ്വീകരിക്കാൻ കഴിയും. എന്നാൽ അയൽ രാജ്യങ്ങളിലെ, അതായത് ഇറാനു ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ വിന്യാസം പിൻവലിക്കണം എന്ന രണ്ടാമത്തെ നിർദ്ദേശം, അത് അമേരിക്കയ്ക്കും സാധ്യമല്ല, അയൽ രാജ്യങ്ങൾക്കും സാധ്യമല്ല. ഇറാന്റെ ഭീഷണി അതിജീവിക്കാനാണ് അമേരിക്കയ്ക്ക് അയൽ രാജ്യങ്ങൾ വ്യോമത്താവളം ഒരുക്കിയിരിക്കുന്നത്. അത് പിൻവലിക്കപ്പെട്ടാൽ ഈ രാജ്യങ്ങളുടെ സുരക്ഷ ഭീഷണിയിലാവും. ഈ വ്യോമത്താവളങ്ങളും അവർ നൽകിയിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് UAEയും സൗദി അറേബ്യയും ബഹ്റൈനും കുവൈറ്റും ഒക്കെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശവും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇറാനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുകയും ഇറാന്റെ മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ റിലീസ് ചെയ്യുക എന്നതാണ്. എന്ന് വെച്ചാൽ ഇറാന് സാധാരണമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം, പൂർണ്ണമായും ഉപരോധം പിൻവലിക്കണം. ദീർഘകാലമായി ഇറാന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ ഇത്രയും ശക്തമാകുമ്പോൾ ഉപരോധമില്ലെങ്കിൽ ഇറാൻ വലിയ കുഴപ്പക്കാരായി മാറുമെന്ന് അമേരിക്കയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അതും സ്വീകാര്യമല്ല. ഇതിനേക്കാളൊക്കെ ദുഷ്കരമായിരിക്കുന്നത് ഇറാനുമായി ബന്ധമുള്ള രാജ്യങ്ങൾക്കുമേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ്. ഇസ്രായേൽ അതിനൊരുക്കമല്ല. ലെബനോന് നേരെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് നിർദ്ദേശമെങ്കിലും അത് ഹിസ്ബുള്ളയെ സംരക്ഷിക്കാനുള്ള വഴിയാണ്. ഹിസ്ബുള്ളയെ ആളും ആയുധവും കൊടുത്ത് സംരക്ഷിക്കുന്നത് ഇറാനാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണവും നിർത്തിവെക്കണം എന്നതാണ് ആവശ്യം. ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുന്നു. അതായത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടത്തിയ ഒത്തുതീർപ്പ് ശ്രമവും പാളിയിരിക്കുന്നു. ഇതോടുകൂടി സംഘർഷം പുതിയ തരത്തിലേക്ക് നീങ്ങുമെന്ന് തീർച്ചയായി. 1 മാസത്തിനകം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ, അതിനുള്ള കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ തങ്ങൾ ഇപ്പോഴുള്ള വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറും എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഈ സാഹചര്യം ട്രംപിനെ കുഴയ്ക്കുകയാണ്, പശ്ചിമേഷ്യയെ കുഴയ്ക്കുകയാണ്. തൽക്കാലം പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചു വന്നിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ പതിവ് പോലെ പ്രവർത്തിച്ചു തുടങ്ങി, വിമാനങ്ങൾ ഓടിത്തുടങ്ങി. എന്നാൽ ഈ ശാന്തത തൽക്കാലത്തേക്കാണ് എന്നുള്ള ആശങ്ക എല്ലാവർക്കും രൂപപ്പെടുന്നു. ഇതിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രശ്നമുണ്ട്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പേർഷ്യൻ ഗൾഫിൽ പെട്ടുപോയ ഏതാണ്ട് 2000-ലധികം വരുന്ന എണ്ണക്കപ്പലുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഏതാണ്ട് 20,000-ഓളം ജീവനക്കാരാണ് വിവിധ എണ്ണക്കപ്പലുകളിലായി കുടുങ്ങിക്കിടക്കുന്നത്.
ഏതാണ്ട് 14-16 എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ പതാക പോലും വഹിച്ചവ അവിടെയുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹോർമൂസ് കടലിടുക്ക് കടന്നു പോവേണ്ട എണ്ണക്കപ്പലുകളിൽ മിക്കതും എണ്ണയോ പ്രകൃതിവാതകമോ നിറച്ചവയാണ്. 2 മാസം മുമ്പ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ കപ്പലുകൾ അനങ്ങിയിട്ടില്ല. പേർഷ്യൻ ഗൾഫിലെ പലയിടങ്ങളിലായി ഇവ നങ്കൂരം വിട്ട് കിടക്കുന്നു. ഈ കപ്പലുകളിലെ ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. ഇവരുടെ ഭക്ഷണ സാധനങ്ങൾ പോലും തീർന്നു പോകുന്നെന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുമുള്ള ആശങ്കയുണ്ട്. ഈ കപ്പലുകളെ കടത്തിവിടാൻ അമേരിക്ക പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ഇറാൻ അനുവദിച്ചില്ല. യുദ്ധ തടവുകാരെ പോലെ ഇവരെ പേർഷ്യൻ ഗൾഫിൽ കുടുക്കിയിടുകയാണ് ഇറാൻ ചെയ്തത്. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയാൽ മാത്രമേ ഇവരെ രക്ഷിച്ചെടുക്കാൻ കഴിയൂ. അതിന് ഇറാൻ വഴങ്ങാതെ വന്നതോടെ ട്രംപ് പുതിയ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന 2000-ഓളം എണ്ണക്കപ്പലുകളെ രക്ഷിച്ചെടുക്കാനുള്ള പ്രോജക്ട് ഫ്രീഡം ഇന്നലെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചു. പ്രോജക്ട് ഫ്രീഡം അനുസരിച്ച് അമേരിക്കൻ സൈന്യം ഈ എണ്ണക്കപ്പലുകൾക്ക് അകമ്പടി പോവും. എല്ലാ കപ്പലുകളെയും അപകടകരമായ സാഹചര്യത്തിലും രക്ഷിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിനോട് ഇറാൻ സഹകരിക്കണമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാറിന് വിരുദ്ധമായ നീക്കമാണ്. ഇറാനോട് ആലോചിക്കാതെ ഇത്തരത്തിൽ ഏതു നീക്കം നടത്തിയാലും അതിന് നഖശിഖാന്തം എതിർക്കും. ഈ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പുതിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തി ധാരണയുടെ പുറത്ത് കപ്പലുകൾ പുറത്തെത്തിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഇറാനെ വെല്ലുവിളിച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ഈ കപ്പലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചാൽ യുദ്ധം വഷളായേക്കും, ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായേക്കും എന്ന ആശങ്ക ശക്തമാണ്. എന്ന് വെച്ചാൽ യുദ്ധം വിജയിക്കില്ല എന്നുറപ്പായതോടെ ഒരു വിധത്തിൽ തലയൂരിപ്പോയ ട്രംപ് താൽക്കാലികമായ സമാധാനം പശ്ചിമേഷ്യയ്ക്ക് സമ്മാനിച്ചെങ്കിലും ആ സമ്മാനം അധികകാലം നിലനിൽക്കില്ലെന്നും പുതിയ സംഘർഷത്തിന് കാരണമാകുമെന്നുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുബായിലും അബുദാബിയിലും ഷാർജയിലും ദോഹയിലും മനാമയിലും ജിദ്ദയിലും റിയാദിലുമൊക്കെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് നിരാശ നൽകുന്ന വാർത്തയാണിത്. യുദ്ധം അവസാനിക്കാതെ നീണ്ടുപോയതോടെ എണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. എങ്കിൽ പോലും ജീവഹാനിയില്ലാതെ സമാധാനത്തോടെ പണിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ എണ്ണക്കപ്പലുകളെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം നടത്തിയാൽ അത് പുതിയ സംഘർഷത്തിന് കാരണമാകും എന്നാണ് ആശങ്ക. എന്തായാലും പശ്ചിമേഷ്യ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല.